നമസ്കാരം നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി ഇന്ത്യ ഭരിക്കുന്നു എന്നതിലല്ല, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു എന്നതിലാണ് ആശങ്കപ്പെടുന്നതെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. പെരിങ്ങോം പൊന്നമ്പാറയിൽ അപകടത്തിൽ മരിച്ച യുവാക്കൾക്കെതിരെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന അപകീർത്തിപരമായ പരാമർശങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കണ്ണപുരം സ്വദേശിനി രേഷ്മ നിശാന്ത് ദർശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിരാഹാരം തുടങ്ങി. കണ്ണപുരം മായോത്തെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് രേഷ്മ മല കയറാൻ ശ്രമിച്ചത്. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ അക്രമം. സ്കൂളിലെ കെമിസ്ട്രി ലാബും പമ്പ് സെറ്റും തീവച്ച് നശിപ്പിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചെറുകുന്ന് അമ്പലപ്പുറത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. മാസങ്ങളേറെയായി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. ബിജെപി ഇന്ത്യ ഭരിക്കുന്നു എന്നതിലല്ല, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു എന്നതിലാണ് ആശങ്കപ്പെടുന്നതെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. കുഞ്ഞമംഗലം ആണ്ടാംകോവിലിൽ മതേതര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഭീതിതവും കലുഷിതവുമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത്. ഏത് പാർട്ടി ഭരിക്കുന്നു എന്നതിലല്ല, അവർ രാജ്യത്ത് നടപ്പിലാക്കുന്ന അജണ്ടയിലാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ് കലുഷിതമാകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സുധാകരൻ പറഞ്ഞു. ബിജെപി ഭരിക്കുന്നതിലല്ല ആശങ്കപ്പെടുന്നത്, മറിച്ച് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് വർഗീയ വിത്തുകൾ പാകി രാജ്യത്തെ തകർക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതാണ് ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നതെന്നും ഒരു തവണ കൂടി ജനങ്ങൾക്ക് പിഴച്ചാൽ തിരുത്താനാകാത്തവണ്ണം ഈ രാജ്യത്തിന്റെ ചരിത്രം മോദി മാറ്റിമറിക്കുമെന്നും കെ സുധാകരൻ ആരോപിച്ചു. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വികസനത്തിന്റെ ട്രാക്കിൽ, ഞങ്ങൾ ഉണ്ടാക്കിയ വികസനത്തിന്റെ പാതയിൽ, അതേ പാതയിൽ ശിവാജി പൈ ഇന്ത്യ ഭരിച്ചു. മാറ്റങ്ങളില്ലാതെ, പരിവർത്തനമില്ലാതെ, കോൺഗ്രസിന്റെ നയങ്ങളെ വെല്ലുവിളിക്കാതെ, കോൺഗ്രസിന്റെ നയങ്ങൾ ശരിയായതുകൊണ്ടല്ലേ, കോൺഗ്രസ് അനുബന്ധിച്ച നയം ശരിയാണെന്ന് തോന്നലും വിശ്വാസവും കൊണ്ടല്ലേ മാറ്റപ്പെടാതെ പോയത് 5 വർഷക്കാലത്തിനുള്ളിൽ പറ്റിയിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോഴും ഞങ്ങൾക്ക് ആശങ്ക ബിജെപിയാണ് ഭരിക്കുന്നത് എന്നതല്ല, മോഡി ഭരിക്കുന്നു എന്നതാണ്. നരേന്ദ്രമോദി ഭരിക്കുന്നു, അമിത്ഷാ നരേന്ദ്രമോദിയുടെ കൂട്ടുകെട്ടിൽ നയിക്കുന്നു എന്നതാണ്. രാം ജന്മലാനി 6 മാസം മുമ്പ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞു പത്രക്കാരോട്, ഈ 2 വിദ്വാൻമാർ കൊല്ലക്കയറിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നെ കാണാൻ വന്നത്. ആരായി ഈ 2 വിദ്വാൻമാർ? മോഡിയും അമിത്ഷായും. I done it, but I now I repent it. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്രം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ കോൺഗ്രസ് നിർത്തിയെടുത്തു മുതൽ തുടങ്ങുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ആശയങ്ങൾ നടപ്പിലാക്കിയ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി എന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അൻസാരി തെല്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. CA അജീർ, MP മുരളി, MP ഉണ്ണികൃഷ്ണൻ, KV രാമചന്ദ്രൻ മാസ്റ്റർ, SKP സക്കറിയ, PP കരുണാകരൻ, മുഹമ്മദ് ഫൈസൽ, CP ജയരാജൻ, KV സതീഷ് കുമാർ, ടോണി ജോസഫ്, TP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പെരിങ്ങോം പൊന്നമ്പാറയിൽ അപകടത്തിൽ മരിച്ച യുവാക്കൾക്കെതിരെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന അപകീർത്തിപരമായ പരാമർശങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ചില സംഘടനകളും പോലീസിൽ പരാതി നൽകി. ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ആദരവോ പരിഗണനയോ മറന്നാണ് മരണപ്പെട്ട യുവാക്കൾക്കെതിരെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാസ്തവവിരുദ്ധവും ക്രൂരതയുമുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയ സംഭവത്തിന് യാതൊരു മാനുഷിക പരിഗണനയും നൽകാതെയാണ് മനുഷ്യത്വം മുരടിച്ച ചിലർ ഇത്തരത്തിൽ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും മതപരമായും രാഷ്ട്രീയപരമായും മുതലെടുപ്പുകൾ നടത്തുവാനുള്ള പോസ്റ്റുകൾ ഇട്ടത്. മരണപ്പെട്ട ഇരുവരും നാടിന്റെ കലാകായിക രംഗത്തെ നിറസാന്നിധ്യവും കുടുംബത്തിന്റെ അത്താണിയുമായിരുന്നു.
രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഏത് കാര്യത്തിലും ഇടപെട്ട് പെരിങ്ങോത്തിന്റെയും കരിപ്പോടിന്റെയും കണ്ണിലുണ്ണികളായ ഇവരെക്കുറിച്ച് നടത്തിയ പരാമർശം ജനങ്ങളെ തെല്ലൊന്നുമല്ല അമർഷത്തിലാക്കിയത്. ഒരു നാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും വിട്ടുമാറുന്നതിനു മുമ്പേ, അല്ലെങ്കിൽ അവരുടെ ചിതയുടെ തീയണയും മുൻപേ ഇത്തരം പരാമർശങ്ങളുമായി എത്തിയവർക്കെതിരെ നാട്ടുകാർ പ്രതികരിക്കാത്തത് അവർക്കുള്ള ക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇരു യുവാക്കളും അന്നത്തെ അന്നത്തിനായി, കുടുംബം പോറ്റുന്നതിനായി ജോലിക്ക് പോകവെയുണ്ടായ അപകടം ഇത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ മനസാക്ഷിയോ സംസ്കാരമോ ഉണ്ടാകണം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരി വിശ്വാസത്തെ സംരക്ഷിക്കാൻ മനസ്സുകൊണ്ടുറപ്പിച്ചവരെ രാഷ്ട്രീയ വ്രണം കുത്തിനിറച്ച് നേട്ടമുണ്ടാക്കുന്നവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് കൂട്ടുനിന്നതെന്ന് സമൂഹത്തിനുള്ള ഒരു ചോദ്യം കൂടിയാണ്. പെരിങ്ങോത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളും നിരവധി ക്ലബ്ബുകളും ഇതിനെതിരെ പെരിങ്ങോം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിങ്ങോം പൊന്നമ്പാറയിൽ വെച്ചുണ്ടായ വാഹനാപകടം നമ്മുടെ നാടിനെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ദാരുണമായ ഒരു സംഭവം. ആ സംഭവത്തിൽ നിന്ന് നാട്, സങ്കടത്തിന്റെ പ്രയാസത്തിൽ നിന്ന് നാട് പൂർണ്ണമായും മോചിതരാവാത്ത സാഹചര്യം. ബന്ധുക്കൾ, കൂട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ വളരെയേറെ സങ്കടത്തിലുള്ള ഘട്ടത്തിലാണ്. നവമാധ്യമങ്ങൾക്കകത്തുകൂടെ ഈ മരണത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ, വാസ്തവവിരുദ്ധമായ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടുപേരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള അയ്യപ്പ ജ്യോതി പരിപാടിയിൽ പോയ പ്രവർത്തകരെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചവരാണ് എന്നുൾപ്പെടെയുള്ള വ്യാജ പ്രചരണങ്ങൾ നവമാധ്യമങ്ങൾക്കൂടെ നടക്കുകയാണ്. ഇത് തീർത്തും വാസ്തവവിരുദ്ധമാണ്. ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്നവരല്ല എന്നുള്ളത് ഈ നാട്ടിലെയും മറ്റ് ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം. ഇവരെ രണ്ടാളുകളെ സംബന്ധിച്ചും കൃത്യമായി അറിയുന്നതാണ്. അത്തരത്തിൽ ഉണ്ടാവുന്ന ഈ വിഷയത്തിൽ ആളുകൾ വീണു പോകരുതെന്നും അതോടൊപ്പം തന്നെ ഇതിനെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. എങ്കിലും രാഷ്ട്രീയത്തിന്റെ മത്തുപിടിച്ച മാനുഷിക പരിഗണനയോ സംസ്കാരവുമില്ലാത്ത മരണപ്പെട്ടവരുടെ മാതാപിതാക്കളെ പോലുള്ളവർ തങ്ങൾക്കുമുണ്ടെന്ന് മനസ്സിലാക്കാതെ നാട്ടിൽ അരാജകത്വവും വർഗീയ കലാപങ്ങളും സൃഷ്ടിക്കുവാനുള്ള ഇത്തരം ആളുകളെ നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ശബരിമല ദർശനത്തിന് പുറപ്പെട്ട രേഷ്മ നിശാന്തിന്റെ കണ്ണപുരം അയ്യോത്തെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് രേഷ്മ മല കയറാൻ ശ്രമിച്ചത്. പുലർച്ചെ 5 മണി മുതൽ കണ്ണപുരം പോലീസിന്റെ നേതൃത്വത്തിൽ രേഷ്മയുടെ വീടിന് മുന്നിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വ്രതമെടുത്ത് മാലയണിഞ്ഞ് കണ്ണപുരത്തെ രേഷ്മ നിശാന്ത്, സുഹൃത്ത് ഷാനില എന്നിവർ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് ശബരിമല ദർശനത്തിന് പുറപ്പെട്ടത്. എന്നാൽ നീലിമലയിൽ നിന്ന് പ്രതിഷേധത്തെ തുടർന്ന് ഇവർ ശബരിമല ദർശനം നടത്താനാവാതെ തിരിച്ചിറങ്ങുകയായിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രേഷ്മയുടെ കണ്ണപുരം അയ്യോത്തെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കി. നേരത്തെ രേഷ്മ മാലയണിഞ്ഞ സമയത്ത് കണ്ണപുരത്തെ വീടിനു മുന്നിൽ നാമജപ ഘോഷയാത്രയും പ്രതിഷേധങ്ങളും നടന്നിരുന്നു. വീടിനു മുന്നിൽ പ്രതിഷേധം നടത്തിയ 15ഓളം പേർക്കെതിരെ കണ്ണപുരം പോലീസ് കേസെടുത്തിരുന്നു. രേഷ്മ മല കയറിയ സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്ന് സൂചനയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിന്റെ കാവലെന്ന് കണ്ണപുരം SI രവീന്ദ്രൻ പറഞ്ഞു. കണ്ണപുരം പോലീസ് SHO മഹേഷ് കെ നായർ, SI ടി രവീന്ദ്രൻ, ASI അബൂബക്കർ സിദ്ദിഖ്, ASI ചന്ദ്രശേഖരൻ, KV ജംഷീദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ അക്രമം. സ്കൂളിലെ കെമിസ്ട്രി ലാബും പമ്പ് സെറ്റും തീവച്ചു നശിപ്പിച്ചു. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച രാവിലെയോടെയാണ് സംഭവം. സ്കൂളിലെ കാർഷിക വൃത്തിക്കായി ഉപയോഗിക്കുന്ന മോട്ടോറും കെമിസ്ട്രി ലാബിന്റെ പരിസരത്തുമാണ് തീയാളുന്നത് കണ്ടത്. നാശനഷ്ടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനായാണ് കെമിസ്ട്രി ലാബിന്റെ പരിസരം അഗ്നിക്കിരയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മോട്ടോർ പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടരുന്നത് കണ്ട അധ്യാപകരാണ് തീയണച്ചത്. സംഭവത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ ചന്തേര പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചെറുകുന്ന് അമ്പലപ്പുറത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. മാസങ്ങളേറെയായി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്.
കിലോമീറ്ററുകൾ ദൂരം താണ്ടിയാണ് ചെറുകുന്ന് അമ്പലപ്പുറം നിവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം കണക്ഷൻ എടുത്തെങ്കിലും അടിക്കടിയുണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ ഇവരെ ഏറെ ദുരിതത്തിലാഴ്ത്തുന്നു. കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. അമ്പലപ്പുറം തെക്കുംപാട് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി മാസങ്ങളായി. കുടിവെള്ളം ശക്തിയായി കുത്തിയൊഴുകുന്നു. സമീപത്തെ തെങ്ങിൻതോപ്പ് നിറയെ ഇവിടെ നിന്നും ഒഴുകിപ്പോയ വെള്ളം കെട്ടിക്കിടക്കുന്നു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടും ഇതൊന്നും അറ്റകുറ്റപ്പണി നടത്തേണ്ടത് തങ്ങളുടെ പണിയല്ലെന്ന മട്ടിലാണ് അധികൃതരുടെ പെരുമാറ്റം. ചെറുകുന്ന് കണ്ണപുരം മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ ജപ്പാൻ കുടിവെള്ളം വ്യാപകമായി റോഡിലേക്ക് ഒഴുകുന്നതിന് കാരണമാകുന്നു. വേനൽ ശക്തമാകുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാകും. ക്ഷാമകാലത്ത് കുടിവെള്ളം പണം കൊടുത്താലും കിട്ടാത്ത അവസ്ഥയുമാണ്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിച്ച് കുടിവെള്ളം പാഴാക്കുന്നത് തടയണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നിക്കല് മഴവെള്ള സംഭരണി, അതല്ലെങ്കിൽ ഇവരെ ജപ്പാൻ കുടിവെള്ളം മാത്രം. ഇത് രണ്ടന്നെ ആരാ നല്ല വെള്ളം ഇടാന്ന് പറഞ്ഞു. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കുമെന്നും തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായിപ്പാറയിലെ തവരത്തടത്തിൽ തീപിടുത്തം. വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. ഏക്കർ കണക്കിന് പ്രദേശം നിമിഷങ്ങൾക്കകം തീ വിഴുങ്ങി. മാടായിപ്പാറയിൽ തുടർച്ചയായ 6ാം ദിവസമാണ് ഇത് തീപിടുത്തമുണ്ടാകുന്നത്. മാടായിപ്പാറയിലെ ജനവാസ കേന്ദ്രവും കൃഷിഭൂമിയുമുള്ള തവര മേഖലയിലാണ് ഇത്തവണ തീ പടർന്നത്. നിമിഷനേരം കൊണ്ട് ഏക്കർ കണക്കിന് പുൽമേടുകളും ഫലവൃക്ഷത്തൈകളും കത്തിനശിച്ചു. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഫയർഫോഴ്സ് വാഹനം എത്തിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ തീയണക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. മാടായിപ്പാറയിലെ കാറ്റിൽ തീ ആളിപ്പടർന്നു. നിമിഷങ്ങൾക്കകം ഏക്കർ കണക്കിന് പുൽമേടുകളും അപൂർവ സസ്യജന്തുവൈവിധ്യങ്ങളും അഗ്നിക്കിരയായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 1920കളിൽ കുറ്റൂരിന്റെ ഭൂമികയിൽ നടമാടിയ കൊടിയ അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ ചെറുത്തുനിന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയവരാണ് കൊടിലോൻ രാമനും വണ്ണത്താൻ രാമനും. ഇവരുടെ കഥയാണ് CV ബാലകൃഷ്ണൻ കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയ ലെനിൻ രാജേന്ദ്രന്റെ പുരാവൃത്തം എന്ന സിനിമ. ഈ സിനിമയുടെ ഉൾക്കാഴ്ചകളിലൂടെ CV ബാലകൃഷ്ണൻ ലെനിൻ രാജേന്ദ്രനെ ഓർത്തെടുക്കുന്നു. കഷ്ടം, ഇന്നലെ അവന്റെ കല്യാണം. അവൻ കെട്ടിയില്ല, എനിക്ക് സങ്കടം. കാലം മാറുകയാണ്, അത് മനസ്സിലാക്കണ വെച്ചാ. നിന്റെ കാരണവന്മാരില്ലേ, ആ കഴിവേറുകൾ കാണിച്ചത്രയൊന്നും ഞാൻ കാണിക്കണില്ല. അവരുടെ പെണ്ണുങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. മകരമാസത്തിലെ മഞ്ഞില്ലാത്ത ഒരു രാത്രിയിൽ നമ്മളെ കടന്നുപോയ ലെനിൻ രാജേന്ദ്രൻ. കുറ്റൂരിലെ അറിയപ്പെടാത്ത രാമന്മാരിലൂടെയാണ് പുരാവൃത്തമെന്ന ഇദ്ദേഹത്തിന്റെ സിനിമ സഞ്ചരിക്കുന്നത്. ഇങ്ങോട്ട് നിൽക്കാരണ്ട, പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എനിക്ക് നീയില്ല, നീ വലിയ യോഗ്യനാണല്ലോ. യശമാനോട് എതിരിട്ട് ഇവിടെ കയ്യാനാണോ നിന്റെ വിചാരം? പോയി കാല് പിടിക്കടാ. ഇക്കാണുന്നതൊക്കെ നമ്മളെല്ലാം തടി യശമാന്റെതാ. പോയി മാപ്പ് പറ, എല്ലാരും കാണാൻ മാപ്പ് പറ. കുറ്റൂരിലെ ജന്മയുടെയും കാര്യസ്ഥന്മാരുടെയും അന്തമറ്റ ക്രൂരതകൾക്കും പീഡനങ്ങൾക്കുമെതിരെ ഒറ്റപ്പെട്ട പ്രതിരോധം തീർത്തവരായിരുന്നു ഇവർ. അക്കാലത്ത് അത് അസാധ്യമായ കാര്യവുമായിരുന്നു. കൂടെ നിൽക്കാൻ ആരും ഇല്ലാതിരുന്നിട്ടും സ്വന്തം ചങ്കൂറ്റമൊന്നുകൊണ്ട് മാത്രം ഇവർ പ്രതിരോധത്തിന്റെ മതിൽ പണിതുയർത്തി. കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി വധു ജന്മിയുടെ മുറിയിൽ കഴിയേണ്ടി വരുന്ന കാലത്ത് തന്റെ പെണ്ണിനെ അങ്ങോട്ട് കണ്ടില്ലെന്നും പറഞ്ഞു വന്ന കാര്യസ്ഥനോട് തമ്പുരാട്ടിയെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറഞ്ഞ കോടിലോൻ രാമനും വണ്ണത്താൻ രാമനും കുറ്റൂരിന്റെ മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും എന്നേ പോയി കഴിഞ്ഞു. ഏതാ പെണ്ണ്? പാത്തു. കെട്ടിയവൻ ആ ദിവസം തന്നെ ചത്തു. കൊന്നതാ. ആര്? യേശുമാന്റെ ആൾക്കാർ, അല്ലാണ്ടാരാ? എന്തിനാ? പിന്നീട് ഒരിക്കൽ ഒരു ജാഥ നയിച്ച് AKG കുറ്റൂരിലെത്തുമ്പോൾ വണ്ണത്താൻ രാമൻ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. കോടിലോൻ രാമനാകട്ടെ പോലീസിന്റെ ക്രൂരതയ്ക്കിരയായി വധിക്കപ്പെട്ടിട്ട് കാലമേറെ കടന്നുപോയിരുന്നു. വൈദ്യരെ, ഒന്ന് വേഗം വരി, എന്റെ പെണ്ണിന് സുഖമില്ല. എന്താ ലക്ഷണം? അടിവേർ കുത്തിപ്പിടിച്ച് നിലവിളിക്കുന്നു, പനിയുണ്ട്. വണ്ണത്താൻ രാമനെ പോലീസ് ജയിലിലിട്ട് പീഡിപ്പിച്ച് കുതികാലിലെ ഞരമ്പ് മുറിക്കപ്പെട്ട് മുടന്തനായി വാർദ്ധക്യത്തിലെത്തിയിരുന്നു. കോടിലോൻ രാമനെ അവതരിപ്പിച്ചത് ഓംപുരിയായിരുന്നു. മുരളി, ബാലൻ കെ നായർ, രേവതി, ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങളൊക്കെ സിനിമയിൽ വേഷമിട്ടു. ക്യാമറ രാമചന്ദ്ര ബാബുവിൻ്റെതായിരുന്നു.
കുറച്ച് വെള്ളം കിട്ടിയെങ്കിൽ ഇപ്പൊ കൊണ്ടുവരാം. ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ട് അത് ബോംബെയിലേക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ട് അയച്ചു തരണം, എന്നാൽ ഞാനതിനു വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യും എന്നൊക്കെ ഓംപുരി പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നിർമ്മാതാവിൻ്റെ അഭാവം കാരണം നിർമ്മാതാവ് ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ. അതുകൊണ്ട് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ പെട്ടെന്ന് അത് ഒന്ന് സജീവമായപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. ലെനിൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയും ഞാനിവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയും ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ഇരുന്നിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങുന്നത് തന്നെ. ഞങ്ങൾ കോഴിക്കോട്ട് വെച്ചാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൽപ്പറ്റയിലുള്ള ഒരു ലോഡ്ജിൽ നിന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അതിൻ്റെ ആദ്യത്തെ സീനുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓംപുരി വരുന്നത്. അപ്പോൾ ഓംപുരി വന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി നേരെ എൻ്റെ മുറിയിലേക്ക് വരികയാണ് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരക്കിട്ട് എഴുതുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ബാല വാട്ട് യു ആർ ഡൂയിങ് എന്ന് ചോദിച്ചു അടുത്ത് വന്നിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതിൻ്റെ സീന് ഇത് വേണമെന്ന്. അതിൽ ആദ്യത്തെ 2-3 സീനാണ് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓംപുരിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം പിന്നീട് അതൊരു ഒരു എതിർപ്പിനുള്ള കാരണമായിട്ട് എടുക്കാതെ അധികം അതിനകത്ത് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ചെയ്തത്. അത് വലിയ സൗഹൃദമായിരുന്നു ഞാനുമായിട്ട്. മനുഷ്യന്റെ വൈകാരിക ഭാവങ്ങളും ലെനിന് അത്രമേൽ വികാരസാന്ദ്രമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് വേനലും ചില്ലുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. ഇരുളിന്റെ മഹാനിദ്രയിലേക്ക് നടന്നു മറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകനെ മലയാളം മറക്കില്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുകുന്ന് കോൺവെന്റ് റോഡ്, കീഴറ റോഡ് ടാറിങ്ങിന് കൊണ്ടുവന്ന ജില്ലിക്കല്ലുകൾ റോഡരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. അപകടങ്ങൾ പതിവാകുമ്പോൾ അധികൃതർക്ക് നിസ്സംഗത. പ്രതിഷേധം വ്യാപകമാവുന്നു. ജനങ്ങളുടെ ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ചെറുകുന്ന് കോൺവെന്റ് റോഡ്, കീഴറ റോഡ് മെക്കാഡൻ ടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറായത്. പ്രദേശത്തെ പ്രധാന ആശുപത്രിയായ സെന്റ് മാർട്ടിൻ ഡി പോറസ് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് രോഗികൾ എത്തിച്ചേരുന്ന റോഡ് കൂടിയാണിത്. റോഡിന്റെ തകർച്ച ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. റോഡരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ജില്ലികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഈ ജില്ലി ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഏതാണ്ട് 10-14 ദിവസമായിട്ടുണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ 2 വീലർ യാത്രക്കാർ അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ വലിയൊരു പ്രശ്നങ്ങളാണ്, അപകടം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ആണ് മുന്നോട്ട് പോകുന്നത്. പല ആളുകളും വീണതായിട്ടാണ് കിട്ടിയ വിവരം. അപ്പോൾ ഇത് ഒന്നാമത് ജില്ലി ഏതാണ്ട് റോഡ് സൈഡിൽ മധ്യഭാഗത്തോളമാണ് ഉള്ളതെങ്കിലും അത് സ്കാറ്റേഡായി, അതായത് ചെതറിപ്പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ അപകടങ്ങൾ ഇല്ലാതാക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2 ആഴ്ചയോളമായി കോൺവെന്റ് റോഡിൽ ഇറക്കിയ ജില്ലികൾ റോഡിന് മധ്യത്തിലായിരിക്കുകയാണ്. ഇത് രാത്രികാലങ്ങളിൽ ഏറെ അപകടത്തിനിടയാക്കുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അടിയന്തരമായി ജില്ലിക്കല്ലുകൾ മാറ്റി അപകടങ്ങൾ ഒഴിവാക്കാനാവശ്യമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അച്ചംവീട്ടിൽ എഴുത്തച്ഛൻ സ്മാരക ട്രസ്റ്റ് അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഈശാവാസ്യത്തിൽ ISRO മുൻ ഡയറക്ടർ VP ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാളക്കാരിൽ പലരും, പട്ടാള മേധാവികൾ പലരും ജന്മം കൊണ്ട നാടാണ് പയ്യന്നൂര്. കഥയിലും കഥകളിയിലും കളരിപ്പയറ്റിലും ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. കഥകളി അല്പം പിന്നിലാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു. ഏതായാലും ജ്യോതിഷ പാരമ്പര്യം ആ കാലത്ത് കൊടികുത്തി വാഴുന്ന ഒരു നാട്ടിലാണ് ഇവരെല്ലാവരും ജനിക്കുന്നത് എന്നാൽ തന്നെ അവർ പ്രശസ്തമാകാനുള്ള ഒരു കാരണമായി. നിങ്ങൾക്ക് പലർക്കും അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ, പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതരായിരുന്ന അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷനായി. പ്രൊഫസർ PK മാധവൻ, U രാജേഷ്, ഫാദർ ലൂയി മരിയാദാസ്, HP രാജഗോപാൽ റെഡ്ഡി, TV അജയകുമാർ, ഡോക്ടർ KK ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. തൃക്കരിപ്പൂരിൽ ഹോട്ടൽ ഉടമകൾ കടയടപ്പ് സമരവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഹോട്ടൽ ഉടമകളോട് അവഗണന കാട്ടുന്നെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം.
തൃക്കരിപ്പൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന തട്ടുകടകൾ ഒഴിപ്പിക്കുക, ചീമേനി ജയിലിൽ നിന്നും കൊണ്ടുവന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വച്ച് വിൽപ്പന നടത്തുന്ന ജയിൽ വിഭവ വിൽപ്പനശാല ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹോട്ടൽ ഉടമകളുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തോടെയാണ് സമരപരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അയ്യൂബ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തെ നശിപ്പിച്ച് മറ്റ് തട്ടുകടകളെയും ജയിൽ ചപ്പാത്തി പോലെയുള്ള ബിരിയാണി പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ സംവിധാനം തകർക്കാനാണ് സർക്കാരിന്റെ ഭാവമെങ്കിൽ ഈ സമരം സൂചന മാത്രമാണെന്ന് അധികാരികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ പ്രകാശൻ, ദാമോദരൻ നടക്കാവ്, ടി എം റഫീഖ്, ഗുലാം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ധർണാ സമരത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ ഹോട്ടലുടമകൾ കടയടപ്പ് സമരവും നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്നേഹസംഗമം 2019 സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഒരുമിച്ചുറങ്ങുകയും പഠിക്കുകയും മാത്രമല്ല വസ്ത്രങ്ങൾ പോലും മാറ്റി ധരിച്ചു വന്ന പഴയകാലത്തെ ഓർത്തെടുത്ത് സെന്റ് പോൾസ് ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം. സ്കൂൾ, കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ നാടെങ്ങും നടക്കുമ്പോൾ അപൂർവമായ കൂടിച്ചേരലാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം വഴി ഉണ്ടായത്. കേരളത്തിലെ പല ജില്ലകളിലും മറുനാട്ടിലുമായി കഴിഞ്ഞവർ പുതുവർഷത്തിലെ ആദ്യ മാസത്തിൽ പഴയ ഓർഫനേജ് അങ്കണത്തിൽ ഒരു മുഴുവൻ ദിവസവും ഒത്തുചേർന്നു. അനാഥമന്ദിരത്തിൽ പഠനത്തിലും മറ്റുമായി അന്ന് സഹായിച്ച ജീവനക്കാരെയും ഉൾപ്പെടുത്തിയായിരുന്നു സംഗമം നടത്തിയത്. കൂടുതൽ പേർ താമസിക്കുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പല പ്രാദേശിക കേന്ദ്രങ്ങളിലും ആദ്യഘട്ടത്തിൽ ചെറുയോഗങ്ങൾ നടത്തി. 2 വർഷത്തെ ഒരുക്കത്തിന് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. സെന്റ് പോൾസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. പലരും അക്രൈസ്തവരായ മക്കൾ പോലും അന്ന് എന്നോട് പറയാറുണ്ട്, ഈ മണ്ണിൽ എന്തോ ഒരു പ്രത്യേകത, ഈ ഗ്രൗണ്ടിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പുണ്യം ചെയ്തിട്ടുള്ള ആ മഹാ മിഷണറിമാരുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ്. ഡിക്സൺ റാഫേൽ അധ്യക്ഷനായി. ഉർസുലൈൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലയോള, സജി, ഷാബു ജോസഫ്, പി സതീഷ് എന്നിവർ സംസാരിച്ചു. നെഹ്റുവിന്റെ ജീവിതം ഓട്ടൻതുള്ളലിലൂടെ അവതരിപ്പിച്ച് ശ്രദ്ധേയയായ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ അധ്യാപിക MV ഉഷയെ ഉപഹാരം നൽകി അനുമോദിച്ചു. സ്കൂളിലെ കുരുന്നുകൾക്ക് അറിവ് പകരാൻ അവർക്കൊപ്പം ചേരുക എന്ന ലളിതമായ പാഠമാണ് താൻ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ടീച്ചർ പറഞ്ഞു. എന്ന് കുട്ടികളിലൂടെ അറിയണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ആ സ്കൂൾ എന്നിലൂടെ അറിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുവേണ്ടി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ അവരെ പതിറ്റാണ്ടുകൾ ഓർഫനേജിൽ കുട്ടികളുടെ അമ്മയായി മാറിയ ഗെറ്റ്രൂട്ട് അമ്മയെ സംഗമത്തിൽ ആദരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. വരും വർഷങ്ങളിൽ മുടങ്ങാതെ ഒത്തുചേരാനുള്ള തീരുമാനവുമായാണ് സംഗമം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. ജനുവരി 25 മുതൽ 29 വരെ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ നടക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 54ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സർക്കാരിന്റെ നിയമം നൂലാമാലയിൽ പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഓരോ ഇരുട്ടടി പോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഭക്ഷണം എന്ന് പറയുന്നത് അത് വൃത്തിയും വെടിപ്പും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൊടുക്കുന്നതാണെങ്കിൽ. തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് A പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ C വിജയൻ, PC ബാവ, താജ് അബ്ദുള്ള, നാരായണ പൂജാരി, KH അബ്ദുള്ള, നൂറുൽ അമീൻ, ഗുലാൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. GK പ്രകാശ് സ്വാമി ജാഥ ലീഡറും C ബിജുലാൽ, A അബ്ദുൾ റഹ്മാൻ, PR ഉണ്ണി എന്നിവർ ജാഥാംഗങ്ങളുമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ ഉദ്ഘാടനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്, ഹൊസങ്കടി ടൗൺ, കുമ്പള ടൗൺ, കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തോടെ ഒന്നാം ദിനത്തിലെ പര്യടനം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് വ്യാഴാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 54ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസ്തുത സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം സംസ്ഥാനത്ത് ഉടനീളം വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. KHRAയുടെ 54ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയുടെ കണ്ണൂർ ജില്ലാതല പര്യടനം ജനുവരി 17-ന് ആരംഭിക്കും. ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ നടക്കും. വാഹന പ്രചരണ ജാഥയെ ജില്ലാതിർത്തിയായ ഒളവറയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങൾ സമേതം സ്വീകരിച്ചാനയിച്ച് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകും. ജാഥ ലീഡർ ബിജുലാൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമസമ്മേളനത്തിൽ KP ബാലകൃഷ്ണ പൊതുവാൾ, CK സയ്യിദ്, V ഗോപാലൻ, A നാരായണൻ എന്നിവർ സംബന്ധിച്ചു. പിലാത്തറ പൈച്ചിയിലെ നാണിയിൽ തറവാട്ടിൽ വെച്ച് ജനറൽ ബോഡി മീറ്റിംഗ് ശനിയാഴ്ച 2:30 നടക്കുന്നതാണ്. തറവാട്ട് അംഗങ്ങൾ എത്തിച്ചേരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ഇന്ത്യ ഭരിക്കുന്നു എന്നതിലല്ല, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു എന്നതിലാണ് ആശങ്കപ്പെടുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ. പെരിങ്ങോം പൊന്നമ്പാറയിൽ അപകടത്തിൽ മരിച്ച യുവാക്കൾക്കെതിരെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന അപകീർത്തിപരമായ പരാമർശങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കണ്ണപുരം സ്വദേശിനി രേഷ്മ നിശാന്ത് ദർശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിരാഹാരം തുടങ്ങി. കണ്ണപുരം മായോത്തെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് രേഷ്മ മല കയറാൻ ശ്രമിച്ചത്. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ അക്രമം. സ്കൂളിലെ കെമിസ്ട്രി ലാബും പമ്പ് സെറ്റും തീവച്ച് നശിപ്പിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചെറുകുന്ന് അമ്പലപ്പുറത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. മാസങ്ങളേറെയായി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.